ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ടെമ്പറേച്ചർ സോൺസ് ആണ് ഇന്ന് സെറ്റ് ആക്കാൻ പോകുന്നത്. നമ്മുടെ താപനില മേഖലകളെല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് ഇന്നത്തെ ക്ലാസ് ഒന്ന് പോവുള്ളൂ. ഓക്കെ, അപ്പൊ മിസ്സിന്റെ മക്കൾ എല്ലാവരും ഫുൾ ഓൺ ഫുൾ പവറിലാണോ? നമ്മുടെ കത്തി ജ്വലിക്കുന്ന സൂര്യനെ പോലെ നിങ്ങൾ ഫുൾ പവർ ആയിട്ടിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഡിലെ ട്രിക്കിലൂടെയും ഒക്കെ എന്ത് ചെയ്യാം, ഈ ഒരു ടെമ്പറേച്ചർ സോൺസ് പഠിക്കാം. ഓക്കെ, അപ്പൊ എല്ലാവരും സെറ്റ് ആണെങ്കിൽ നമുക്ക് ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മുടെ ടെമ്പറേച്ചർ സോൺസിലേക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാലേ ഇതാരാണ്? ഇത് നമ്മുടെ സൂര്യനാണല്ലേ. ഇങ്ങനെ കത്തി ജ്വലിച്ച് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് ആരാണ്? നമ്മുടെ സൂര്യനാണ്. ഇവിടെ ആരുണ്ട്? നമുക്ക് തൊട്ടടുത്തായിട്ട് ആരുണ്ട്? എർത്ത് ഉണ്ട് അല്ലെ, നമ്മുടെ ഭൂമിയുണ്ട്. അപ്പൊ ഈ ഒരു സൂര്യന് ഭൂമിയിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെയാണ് ചൂടെത്തിക്കുന്നത്? അല്ല, നമ്മൾ പഠിച്ചിരുന്ന കാര്യമാണ് അല്ലെ. യെസ്, എല്ലാ ഭാഗത്തും ഒരേപോലെയല്ല ചൂടെത്തിയിരിക്കുന്നത്. സൂര്യന്റെ തൊട്ടടുത്തുള്ളതാ ഈ ഒരു സ്ഥലത്തേക്ക് നല്ല ചൂടായിട്ട് ആര് കൊടുക്കും? നമ്മുടെ സണ്ണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? ഇതേപോലെയൊക്കെ താഴോട്ടും മേലോട്ടും ഒക്കെ സണ്ണ് എന്ത് കൊടുക്കുന്നുണ്ട്? ചൂട് കൊടുക്കുന്നുണ്ട് അല്ലെ. പക്ഷെ ഏറ്റവും കൂടുതൽ ചൂടുള്ള പ്രദേശം എന്ന് പറയുന്നത് ഈ ഒരു നടുവിലുള്ള ഒരു ഭാഗമായിരിക്കും. ഓക്കെ, മേലോട്ടും താഴോട്ടും ഇങ്ങനെ പോകുമ്പോൾ എന്താണ്, കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട് അല്ലെ, അതുകൊണ്ട് ചൂട് പെട്ടെന്ന് അവിടെ എത്തുന്നില്ല. അപ്പൊ ഈ ഒരു സോൺസ്, ഈ ഒരു മേഖലകൾ ഏതാണെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. ഓക്കെ, all the places of earth do not receive the same amount of heat from the sun. അല്ലേ? അപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തും എന്താണ്, ഒരേപോലെ അല്ല സണ്ണ് ഹീറ്റ് തരുന്നത് അല്ലെ. സണ്ണ് ചൂടാക്കുന്നത് ഒരേപോലെ അല്ല. അടുത്തുള്ള പ്രദേശത്ത് നല്ല ചൂടാക്കും, സണ്ണിനോട് വിട്ടുള്ള പ്രദേശത്തെ എന്തായിരിക്കും, അധികം ചൂടാക്കിയൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ റെഡിയാണോ? സെറ്റാണോ? സെറ്റ് ആണെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് 3 ഹീറ്റ് സോൺസ് ഉണ്ട്. ടെമ്പറേച്ചർ സോൺസിന്റെ മറ്റൊരു പേരാണ് എന്താ? ഹീറ്റ് സോൺ. ഓക്കെ, ടെമ്പറേച്ചർ സോണിനെ നമുക്ക് എന്നും പറയാം ഹീറ്റ് സോൺ എന്നും പറയാം. അപ്പൊ നമുക്ക് എത്ര സോൺസ് ആണുള്ളത്? 3 സോൺസ് ആണുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ടെമ്പറേച്ചർ. അപ്പം ഈ ഒരു താപനിലയിലുള്ള ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം നോക്കിയിട്ട് 3 സോൺസ് ആണ് നമുക്കുള്ളത്. ഏതാണെന്ന് മക്കൾക്ക് അറിയാവോ? ഏതാണെന്ന് അറിയാവോ? ഫസ്റ്റ് നമുക്ക് ആരുണ്ട്? സെക്കൻഡ് ആരുണ്ട്? തേർഡ് ആരുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ആരൊക്കെയാണ് ഉള്ളതെന്ന്. ഫസ്റ്റത്തെ മേഖല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടോറിഡ് സോൺ. ഓക്കെ, ടോറിഡ് സോൺ. പിന്നെ നമുക്ക് രണ്ടാമതായിട്ട് ആരുണ്ട്? ടെമ്പറേച്ചർ സോൺ ഉണ്ട്. രണ്ടാമതായിട്ട് ടെമ്പറേച്ചർ സോൺ. ആൻഡ് മൂന്നാമതായിട്ട് വി ഹാവ് ഫ്രിജിഡ് സോൺ. ഓക്കെ, ഫ്രിജിഡ് സോൺ ആണ് മൂന്നാമതായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോറിഡ് സോൺ, ടെമ്പറേച്ചർ സോൺ, ഫ്രിജിഡ് സോൺ ആണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എളുപ്പത്തിൽ പഠിക്കാൻ പോകുന്നത്. ഇവരൊക്കെ എവിടെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എല്ലാരും സെറ്റ് ആണല്ലോ? ഫുൾ റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി ആണെങ്കിൽ ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? ഒരു അടിപൊളി ഐസ്ക്രീം ഉണ്ട് അല്ലേ. ഈ ഒരു സമയത്ത് ഐസ്ക്രീം ഒക്കെ കാണുമ്പോൾ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഒരു സ്കൂപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഉഷാറായനെ അല്ലേ. ഓക്കെ, അപ്പൊ ഈ ഒരു ഐസ്ക്രീം വെച്ചിട്ടാണ് നമ്മുടെ 3 സോൺ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഐസ്ക്രീം. ഓക്കെ, ഐസ്ക്രീം ഉണ്ട് അല്ലേ. അപ്പൊ ഐസ്ക്രീമിന്റെ മേലത്തെ ഭാഗം, ആ ഒരു ഫസ്റ്റ് സിപ്പ് എന്ന് പറയുന്നത് നല്ല തണുപ്പായിരിക്കില്ലേ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 3 മേഖലകളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഐസ്ക്രീമിന്റെ മേലെയുള്ള നല്ല നല്ല തണുപ്പുള്ള ഐസും കട്ടയായിട്ടുള്ള ഒരു ഭാഗമാണ്. പിന്നെ ഏകദേശം ഇവിടെ എത്തുമ്പോ എന്ത് ചെയ്യും, അവിടെ ഐസ്ക്രീമിന് വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല, ഒരു ഫ്രീസ് ആവുന്ന തണുപ്പൊന്നുമില്ല, ഒരു വാം ആയിട്ടുള്ള ഒരു തണുപ്പാണ് ഇല്ലേ ഉള്ളത്. യെസ്, സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ താഴേക്ക് ഇവിടെ എത്തിയാൽ, ഓക്കെ, ഇവിടെ എത്തിയാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ തണുപ്പൊന്നും ഉണ്ടാവില്ല അല്ലെ, ഒരു ചൂട് പോലെ, ഒരു വിങ്ങൽ പോലെയുള്ള ഒരു സ്ഥലമാണ് അല്ലെ. ഇവിടെ ഐസ്ക്രീം തന്നെ ഉണ്ടാവില്ല, ഒരു തണുപ്പും ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്, നമ്മുടെ മൂന്നാമത്തെ സോൺ, മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഏതാണെന്ന് അറിയണ്ടേ? യെസ്, ഏറ്റവും തണുപ്പുള്ള ഫസ്റ്റത്തെ മേഖലയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫ്രിജിഡ് സോൺ. ഓക്കെ, ഫ്രിജിഡ് സോൺ അഥവാ ശൈത്യ മേഖല എന്ന് പറയുന്നു. രണ്ടാമത് ആരാണ് നമുക്കുള്ളത്? രണ്ടാമത് നടുവിലായിട്ട് കുഴപ്പമില്ലാത്ത തണുപ്പുള്ള അതാണ് ടെമ്പറേറ്റ് സോൺ. ഇതിനെ നമ്മൾ ടെമ്പറേറ്റ്
സോൺ എന്ന് പറയുന്നു, മിതോഷ്ണ മേഖല എന്ന് പറയുന്നു. താഴെ നമുക്ക് ആരുണ്ട്? മൂന്നാമതായിട്ട് നമുക്ക് ആരുണ്ട്? യെസ്, മൂന്നാമതായിട്ട് നമുക്ക് ടോറിഡ് സോൺ. ടോറിഡ് സോൺ, അവിടെ തണുപ്പൊന്നും ഇല്ല അല്ലെ, കുറച്ച് ചൂടാണുള്ളത്. ഇതിനെയാണ് നമ്മൾ ഉഷ്ണമേഖല എന്ന് പറയുന്നത്. സോ ഈ ഐസ്ക്രീം വെച്ചിട്ട് 3 സോൺസ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമുക്കുണ്ട് ഏറ്റവും തണുത്തുള്ള പ്രദേശമാണ് ഏതാ? ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത്. രണ്ടാമത് ഓക്കെ, ആ തണുപ്പ് കുറഞ്ഞ ഒരു വാം ആയിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ടെമ്പറേറ്റ് സോൺ. ആൻഡ് മൂന്നാമത്തേതാണ് നമ്മുടെ ടോറിഡ് സോൺ. ഓക്കെ, അപ്പൊ ഏതൊക്കെ മേഖല ഉള്ളത്? ശൈത്യമേഖല, മിതോഷ്ണ മേഖല ആൻഡ് ഉഷ്ണമേഖല. ഓക്കെ, അപ്പൊ ഈ ഒരു 3 മേഖലയെ കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഐസ്ക്രീം വെച്ചിട്ട് ഒന്നുകൂടെ ക്ലിയർ ആക്കിയിട്ട് 3 സോൺസ് എളുപ്പത്തിൽ പഠിക്കാം. ഓക്കെ, റെഡി ആണെങ്കിൽ ദേ നോക്കിയേ. യെസ്, ഫസ്റ്റത്തെ ഇതാണ് നമ്മുടെ ട്രോപ്പിക്കൽ സോൺ. ട്രോപ്പിക്കൽ സോൺ അല്ലെങ്കിൽ ടോറിഡ് സോൺ എന്നും ഇതിന് പറയാട്ടോ. രണ്ടും ഒന്നിനാണ്. ട്രോപ്പിക്കൽ സോൺ അല്ലെങ്കിൽ ടോറിഡ് സോൺ എന്നും നമുക്ക് പറയാം. എവിടെയാണ് ഈ ഒരു ടോറിഡ് സോൺ ഉള്ളത്? Okay, the torrid zone lies on both sides of the equator between the Tropic of Cancer and Tropic of Capricorn. എവിടെയാണുള്ളത്? യെസ്, നമ്മുടെ ഇക്വേറ്ററിന്റെ അടുത്തായിട്ടാണ് അല്ലേ? യെസ്, അപ്പൊ ഇക്വേറ്റർ എവിടെയായിട്ട് വരും? ഏകദേശം എന്താ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഇക്വേറ്റർ ഉള്ളത്. റെഡി ആണല്ലോ? ഇക്വേറ്റർ ഇവിടെ അല്ലേ? യെസ്, അപ്പൊ ഇക്വേറ്ററിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു റീജിയൻ. ഓക്കെ, ഈ ഒരു റീജിയനിലാണ് ആരുള്ളത്? നമുക്ക് ഇത് ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ. ഓക്കെ, ഇക്വേറ്ററിന്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു റീജിയനിലാണ് നമുക്ക് ആരുള്ളത്? ട്രോപ്പിക്കൽ സോൺ അല്ലെങ്കിൽ ടോറിഡ് സോൺ ഉള്ളത്. ടോറിഡ് സോൺ, ഉഷ്ണമേഖലയുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി അല്ലേ? യെസ്, അപ്പം ഈ ഇക്വേറ്ററിന്റെ അടുത്തേക്കാണല്ലേ സൂര്യന്റെ പ്രകാശം കൂടുതലായിട്ട് കിട്ടുക. അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് നല്ല ചൂടായിരിക്കും, നല്ല ചുട്ടുപൊള്ളുന്ന ചൂടായിരിക്കും ഈ ഒരു ടോറിഡ് സോണിൽ ഉണ്ടാവുക. കാരണം സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പ്രദേശമാണ് നമ്മുടെ ടോറിഡ് സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ടോറിഡ് സോൺ പഠിച്ചിട്ടുണ്ടോ? യെസ്. ഇനി അടുത്തത് നോക്കിയേ. അടുത്തതാണ് നമുക്ക് ടെമ്പറേറ്റ് സോൺ. ടെമ്പറേറ്റ് സോൺ ഐസ്ക്രീമിന്റെ എവിടെയായിരുന്നു? ഐസ്ക്രീമിന്റെ എവിടെയായിട്ടാണ് വരുന്നത്? ഈ ഒരു നടുവിലുള്ള ഭാഗമാണ് അല്ലെ. അവിടെ എന്ന് വെച്ചാൽ വലിയ തണുപ്പൊന്നുമില്ല, പക്ഷെ ഒരു മീഡിയം ആയിട്ടുള്ള ഒരു വാം ആയിട്ടുള്ള ഒരു തണുപ്പാണ് ഐസ്ക്രീമിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു സോണിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നുണ്ട്. ദ ഏരിയാസ് ലൈങ് ബിറ്റ്വീൻ ടോറിഡ് സോൺ ആൻഡ് ഫ്രിജിഡ് സോൺ ഇൻ ബോത്ത് ദ ഹെമിസ്ഫിയേഴ്സ് ആർ കോൾഡ് ദ ടെമ്പറേറ്റ് സോൺ. അപ്പൊ ഇത് എവിടെയാണ് വരുന്നത്? ഇവിടെ നമുക്ക് ആരുണ്ട്? ഇവിടെ നമുക്ക് ഇക്വേറ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു റീജിയനിലായിട്ട് ഇതിന്റെ ഇടയിൽ ആരായിരുന്നു? ഇതിന്റെ ഇടയിൽ ആരായിരുന്നുള്ളത്? വി ഹാവ് ദ ടോറിഡ് സോൺ. പിന്നെ മേലെ ഇവിടെ നമുക്ക് ഫ്രിജിഡ് സോൺ ഉണ്ട്. ഓക്കെ, ഫ്രിജിഡ് സോൺ. ഇവിടെയും നമുക്ക് ഫ്രിജിഡ് സോൺ ആണുള്ളത്. ഓക്കെ, ഫ്രിജിഡ് സോൺ ഉണ്ട്. അപ്പം ഈ ഒരു ടെമ്പറേറ്റ് സോൺ, ഇവിടെ ആരായിരുന്നു? ടെമ്പറേറ്റ് സോൺ കേട്ടോ. സോറി, ടെമ്പറേറ്റ് അല്ല, ടോറിഡ് സോൺ. ടോറിഡ് സോൺ. അപ്പം ഈ ഒരു ടോറിഡ് സോണിന്റെയും ഫ്രിജിഡ് സോണിന്റെയും ഇടയിലുള്ള വശം, ഓക്കെ, ഈ ഒരു വശമില്ലേ നമ്മുടെ ടോറിഡ് സോണിന്റെയും ഫ്രിജിഡ് സോണിന്റെയും ഇടയിലുള്ള ഈ വശത്തിലാണ് എന്തുള്ളത്? ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ആരുള്ളത്? ടെമ്പറേറ്റ് സോൺ ഉള്ളത്. ഇവിടെയാണ് നമുക്ക് ടെമ്പറേറ്റ് സോൺ ഉള്ളത്. ഓക്കെ, ഈ വശത്തായിട്ട് നമുക്ക് ആരുണ്ട്? നമുക്ക് ടെമ്പറേറ്റ് സോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ തണുപ്പ്, ഇവിടുത്തെ ചൂട് അല്ലെങ്കിൽ തണുപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉണ്ടാവുക? സൂര്യന്റെ അടുത്തുള്ള സ്ഥലം, അതായത് നമ്മുടെ ടോറിഡ് സോണിൽ നല്ല ചൂടാണ്, പക്ഷെ ടോറിഡ് സോണിൽ കുറച്ചുകൂടെ വിട്ടിട്ടാണല്ലേ നമ്മുടെ ടെമ്പറേറ്റ് സോൺ ഉള്ളത്. അപ്പൊ അവിടെ എന്തായിരിക്കും? വലിയ ചൂടൊന്നുമില്ല. ഓക്കെ, വലിയ ചൂടൊന്നുമില്ല, ഒരു മിതമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് കാണുന്നത്. ഒരു വാം ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ് നമുക്ക് ടെമ്പറേറ്റ് സോണിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 2 സോണ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ലാസ്റ്റത്തെ ഫ്രിജിഡ് സോൺ പഠിക്കാം അല്ലെ. അപ്പൊ ഫ്രിജിഡ് സോൺ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ, അതൊന്നും ഇവിടെ ഒന്ന് റെഡിയാക്കാം. ദ ഏരിയാസ് ലൈങ് ബിറ്റ്വീൻ Arctic Circle and the North Pole in the Northern Hemisphere and that between Antarctic Circle and the South Pole in the Southern Hemisphere are
ഫ്രിഡ്ജിഡ് സോൺ. ഓക്കെ, അപ്പൊ ഫ്രിഡ്ജിഡ് സോൺ ആ ഒരു പേരിൽ നിന്ന് തന്നെ നമ്മുടെ ഐസ്ക്രീം നിങ്ങൾ നോക്കിയേ, ഐസ്ക്രീം നിങ്ങൾ നോക്കിയാൽ എവിടെയാണ് ഫ്രിഡ്ജിഡ് സോൺ ഉള്ളത്? മേലെയുള്ള ഭാഗമാണ് അല്ലെ. അവിടെ എന്തായിരിക്കും? നല്ല തണുപ്പായിരിക്കും. ഫ്രിഡ്ജിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ഫ്രിഡ്ജ് എന്നും കണക്ട് ചെയ്യാം. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല തണുപ്പായിരിക്കും അല്ലെ. യെസ്, അപ്പൊ ഇങ്ങനെയുള്ള നല്ല തണുപ്പുള്ള പ്രദേശമാണ് നമ്മുടെ ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറയുന്നത്. ഇതെവിടെയാണ്? ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ നമുക്ക് ഇക്വേറ്റർ ഉണ്ട്. ഇക്വേറ്ററിന്റെ അടുത്തുള്ള ഈ ഒരു റീജിയനെ നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നുണ്ട്. ആ ടെമ്പറേറ്റ് സോൺ കഴിഞ്ഞിട്ട് ഈ ഒരു നടുവിലുള്ള ഈ ഭാഗത്തെ ഇവിടെ നമുക്ക് ടൊറിഡ് സോൺ ഉണ്ട് കേട്ടോ. ടൊറിഡ് ആണ്, മാറിപ്പോയതാണ്. ഇവിടെ നമുക്ക് ടൊറിഡ് സോൺ ആണുള്ളത്. ടൊറിഡ് സോണിന്റെ അടുത്തായിട്ട്, ഓക്കെ, ടൊറിഡ് സോണിന്റെ അടുത്തായിട്ടാണ് നമുക്ക് എന്തുള്ളത്? ടെമ്പറേറ്റ് സോൺ ഉള്ളത്. ടെമ്പറേറ്റ്, ഇവിടെയാണ് നമുക്ക് ടെമ്പറേറ്റ് സോൺ ഉള്ളത്. പിന്നെ നോക്കിയേ, ഇവിടെ നമുക്ക് ഏത് പോളുണ്ട്? നോർത്ത് പോളും ഇവിടെ നമുക്ക് സൗത്ത് പോളും ഉണ്ട്. നോർത്ത് പോളിന്റെയും ആർക്ടിക് സർക്കിളിന്റെയും ഇടയിലായിട്ടുള്ള ഈ ഒരു സ്ഥലം കണ്ടോ നിങ്ങള്? ഇടയിലായിട്ടുള്ള ഈ ഒരു സ്ഥലം കണ്ടോ? നമ്മുടെ നോർത്ത് പോളിന്റെയും ആർക്ടിക് സർക്കിളിന്റെയും ഇടയിലായിട്ടുള്ള ഈ സ്ഥലത്താണ് നമ്മുടെ ഫ്രിഡ്ജിഡ് സോൺ ഉള്ളത്. ഈ ഒരു സ്ഥലത്താണ് നമുക്ക് ഫ്രിഡ്ജിഡ് സോൺ ഉള്ളത്. ഫ്രിഡ്ജിഡ് സോൺ, ശൈത്യമേഖല. ഫ്രിഡ്ജിഡ് സോൺ എവിടെയാണ്? നമ്മുടെ നോർത്ത് പോളിന്റെയും ആർക്ടിക് സർക്കിളിന്റെയും ഇടയിലായിട്ടും. അതേപോലെ ഇവിടേക്ക് നോക്കിയാൽ നമ്മുടെ സൗതേൺ ഹെമിസ്ഫിയറിൽ നോക്കിയാൽ സൗത്ത് പോളിന്റെയും അതേപോലെ അന്റാർട്ടിക് സർക്കിൾ, ഓക്കെ, അന്റാർട്ടിക് സർക്കിളിന്റെയും സൗത്ത് പോളിന്റെയും ഇടയിലായിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്തുണ്ട്? ഫ്രിഡ്ജിഡ് സോൺ ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ സൂര്യനിൽ നിന്ന് കുറെ അകലെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പാണ്. ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലമാണ് നമ്മുടെ ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ 3 സോൺസ് ആണ് പഠിച്ചിരിക്കുന്നത്. എങ്ങനെ? നമ്മുടെ ഐസ്ക്രീം വെച്ചിട്ട് അല്ലെ. യെസ്, അപ്പൊ ഐസ്ക്രീമിന്റെ ഏറ്റവും തണുത്ത ഭാഗം, മേലെയുള്ള ഭാഗം ഏതാണ്? ഫ്രിഡ്ജിഡ് സോൺ ആണ്. ഫ്രിഡ്ജിഡ് സോൺ ആണ് ഏറ്റവും തണുത്തത്. പിന്നെ കുറച്ച് തണുപ്പ് കുറഞ്ഞ സോൺ ഏതാ? ടെമ്പറേറ്റ് സോണും. പിന്നെ നമുക്ക് ഏതുണ്ട്? ടൊറിഡ് സോണുമാണ് ഉള്ളത്. ചൂടുള്ള സ്ഥലം ടൊറിഡ് സോണുമാണ്. നോക്കിയേ, നിങ്ങൾ ആ ഒരു ഐസ്ക്രീം വെച്ചിട്ട് ഇതാണ് നമ്മുടെ ഐസ്ക്രീം എന്ന് വിചാരിക്കുക കേട്ടോ. മിസ്സിന്റെ ഐസ്ക്രീം വലിയ ഭംഗിയൊന്നും ഇല്ല, എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊരു ഐസ്ക്രീം ആയിട്ട് സങ്കല്പിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മിസ്സിന്റെ ഐസ്ക്രീം. ഇനി ഐസ്ക്രീം ഇതാണോ ഇവിടെ? ഓക്കെ, അപ്പൊ ഈ ഒരു ഐസ്ക്രീം നോക്കാം. ഈ ഐസ്ക്രീമും നമ്മുടെ ഈ ഒരു സോൺസ് നിങ്ങൾ ഒന്ന് മാച്ച് ചെയ്ത് നോക്കിയേ. ഇവിടെ നമുക്ക് ആരുണ്ട്? ഫ്രിഡ്ജിഡ് സോൺ ഉണ്ട്. ഓക്കെ, ശൈത്യമേഖലയുണ്ട്. അപ്പൊ ഐസ്ക്രീമിന്റെ ഏറ്റവും തണുത്ത ഭാഗമാണ് ഇത് ഫ്രിഡ്ജിഡ് സോൺ എന്ന് പറയുന്നത്. പിന്നെ ഏകദേശം ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറുകയാണ് ചെയ്യുന്നത്? ഐസ്ക്രീമിന് വലിയ തണുപ്പൊന്നും ഉണ്ടാവില്ല അല്ലെ, ഒരു മീഡിയം തണുപ്പാണ്. അതാണ് നമ്മുടെ ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത്. ഇവിടെ എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നമുക്ക് ഒന്നുമില്ല അല്ലെ. യെസ്, അവിടെ നമുക്ക് ഒന്നുമില്ല. അവിടെ ഭയങ്കര എന്തായിരിക്കും? ചൂടായിരിക്കും. ഓക്കെ, വലിയ തണുപ്പൊന്നും ഇല്ല. ഐസ്ക്രീം ഒക്കെ തീർന്നിരിക്കൂല്ലേ നമ്മുടെ കോണിന്റെ താഴെ എത്തുമ്പോൾ. അതാണ് നമ്മുടെ ട്രോപ്പിക്കൽ സോൺ അല്ലെങ്കിൽ ടൊറിഡ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ 3 സോൺ നിങ്ങൾ ഐസ്ക്രീമിലൂടെ പഠിച്ചിട്ടുണ്ടോ? റെഡി ആണോ? ക്ലിയർ ആണോ? സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിൽ ഇത്ര മാത്രമേ പറയാനുള്ളൂ. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? 3 സോൺസ് ആണ് പഠിച്ചത്. 3 സോണുകൾ ഏതായിരുന്നു? യെസ്, 3 സോണുകളാണ്. ടൊറിഡ് സോൺ, ടെമ്പറേച്ചർ സോൺ ആൻഡ് ഫ്രിഡ്ജിഡ് സോൺ. ഓക്കെ, 3 സോൺസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ മക്കൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നുണ്ട്. ഓക്കെ, സോ ഐ തിങ്ക് വി കൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്സസ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോയില് ഒരു അടിപൊളി ട്രിക്കും ടിപ്പും ആയിട്ട് മിസ് വരുന്നതാണ്. Till then bye. ഇത് റെഡി ആണ്, സെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, റെഡി ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഒക്കെ തന്നിട്ട് സെറ്റ് എന്ന് പറയാം. ഓക്കെ, then bye. Thank you.